ശ്രീ പി കൃഷ്ണദാസ്, ഇവിടെ ഇപ്പോൾ BJP നടത്തിയ ഒരു വലയിട്ട് പിടുത്തമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഈ നിലയ്ക്കങ്ങ് ഉലച്ചു കളഞ്ഞിരിക്കുന്നത്. നേരത്തെ സ്ഥാനാർത്ഥിമാരെയൊക്കെ ഏകദേശം ധാരണയിലെത്തി അവരുടെ പ്രചരണം തുടങ്ങിയതിന് ശേഷം വടകരയും തൃശ്ശൂരും ഒക്കെ മാറുന്നത് നമ്മൾ കണ്ടു. കൂടുതൽ മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല, ഇല്ല എന്നാണ് നമുക്കിപ്പോഴുള്ള വിവരം. BJP ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് എന്താണ്? BJPയെ സംബന്ധിച്ച് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വിജയപ്രതീക്ഷയുള്ളത് 1-2 സീറ്റിൽ മാത്രമാണ്. അതിനപ്പുറത്ത് കൂടുതൽ വോട്ട് സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യം സ്വാഭാവികമായി ഉണ്ടാവും. എല്ലാ പാർട്ടികളും അങ്ങനെയാണല്ലോ. ഈ പുതിയ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് അഡീഷണലായി എന്തെങ്കിലും കിട്ടാനുണ്ടോ? അഭിലാഷ്, ഇന്നലെ രാത്രി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും എല്ലാം പറഞ്ഞത് വലിയ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നു, വലിയ തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയനത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു കോൺഗ്രസിൽ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പുറത്തു വരുന്ന വാർത്തകളാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥിയും കേരളത്തിൽ കോൺഗ്രസിന് വരാൻ വേണ്ടി പോകുന്നില്ല. 1-2 സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പുതുമുഖ സ്ഥാനാർത്ഥി, ഏതെങ്കിലും ഒരു യുവനേതാവായി പുതുതായി വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നതായി നമ്മൾ വാർത്തകളിൽ കാണുന്നില്ല. ഇനി അവർ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രഖ്യാപനത്തിന് ശേഷം നമുക്ക് ചർച്ചയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ വരികയും പ്രധാനപ്പെട്ട സീറ്റുകളിലെല്ലാം സ്ഥാനാർത്ഥികൾ വരികയും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് വലിയ അങ്കലാപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. എത്രയോ ദിവസങ്ങളായി അവർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു. അവരുടെ നിലവിലുള്ള MP-മാർ അവിടെ തന്നെ മത്സരിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇന്നലെയും ഇന്നുമെല്ലാമായി നടക്കുന്ന ചർച്ചകളും ഇപ്പോൾ വൈകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കാരണവുമെല്ലാം സൂചിപ്പിക്കുന്നത് ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിൽ BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ രാഷ്ട്രീയ പിന്തുണ, അതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത, അത് കോൺഗ്രസിനെ വല്ലാത്ത അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 19 സീറ്റ് ലഭിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ഈ തവണ കോൺഗ്രസിന് ഒരു 2 അക്കത്തിലേക്ക് അവരുടെ MP-മാരെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അവർക്ക് സംശയമായി മാറിയിരിക്കുന്നു. പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ്സുകാർ മത്സരിക്കാൻ വിമുഖത കാണിക്കുന്നു എന്നുള്ള സാഹചര്യമാണ് നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ വടകരയിലെ സീറ്റിനെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് പല മണ്ഡലങ്ങളെ സംബന്ധിച്ചാണെങ്കിലും MP-മാർ അവിടേക്ക് വീണ്ടും മത്സരിക്കാൻ വിമുഖത കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പരാജയ ഭീതി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ BJPയെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷം നേരത്തെ എല്ലാം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു പൊതുധാരണ ജനങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ വോട്ടർമാർക്കിടയിലും വന്നിരിക്കുന്നു. അത് സ്വാഭാവികമായും BJPക്ക് അനുകൂലമാകും. പത്മജയെ പോലുള്ള ഒരാൾ കേരളത്തിൽ BJPയോടൊപ്പം വരുന്നു, കോൺഗ്രസിന് ഉപേക്ഷിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമുണ്ട്. എന്താണ് അവർ ഇന്നലെ സൂചിപ്പിച്ചത്? കോൺഗ്രസിന് ഒരു നേതൃത്വപരമായിട്ടുള്ള കഴിവുള്ള ആളുകൾ, നേതൃത്വം നൽകാൻ കഴിയുന്ന നേതൃത്വത്തിൻ്റെ കഴിവുകേട് എന്നുള്ളത് അവർ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി കേരളത്തിൽ ആരാണ്? ശ്രീ രാഹുൽ ഗാന്ധിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2019 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വരാൻ പോകുന്ന പെട്ടെന്ന് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുന്ന ആളുകൾ പല കാരണം പറയുന്നല്ലാതെ നോക്കൂ, ഈ 2 ദിവസം മുമ്പ് പത്മജ വേണുഗോപാൽ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ ഗാന്ധിയെ വാഴ്ത്തുന്നതാണ്. നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ കഴിഞ്ഞ ആഴ്ച അവരിട്ടിട്ടുണ്ട്. പ്രതാപന്റെ സ്നേഹ സന്ദേശ യാത്രയിൽ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് ഫാസിസം വരുന്നത് തടയണമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് അവർ നേരെ ഫ്ലൈറ്റ് കയറി ഡൽഹി പോയിട്ട് BJP-ആയി വന്നത്. അപ്പോൾ നേതൃത്വമില്ലായ്മ എന്ന വൈഷമ്യം കൊണ്ട് കുറേ നാൾ ആ തരത്തിൽ പ്രയാസപ്പെട്ടെന്തോ BJP-യിൽ ചേർന്നതാണെന്ന് വിചാരിക്കേണ്ട. പെട്ടെന്നൊരു ഓഫർ കിട്ടുമ്പോൾ ചാടി പിടിക്കുന്നു, അതിനെന്തെങ്കിലുമൊക്കെ ന്യായം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അഭിലാഷ്, ഞാനത് ഒരു കാര്യമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ ഉണ്ടായിരുന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണോ ദേശീയ തലത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്? 2019 രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള വലിയ പ്രചരണം, അതിന് ഇടതുപക്ഷം കൊടുത്തിട്ടുള്ള വലിയ പിന്തുണ, ഇപ്പോൾ ഇടതുപക്ഷം ആ തരത്തിലൊരു പിന്തുണ നൽകുന്നുണ്ടോ കോൺഗ്രസിന്? അതുണ്ടോ എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു വിഷയമുള്ളത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യ മുന്നണി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്നുള്ള നിലക്ക് അവർ ദേശീയ തലത്തിൽ ഉരുത്തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന BJP വിരുദ്ധമായിട്ടൊരു മുന്നണി, ആ മുന്നണി ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ